ഗൈസ്, ഒരു ചെറിയ കാര്യം പറയാൻ വന്നതാണ്. iOS 26.3 അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് വെയിറ്റ് ചെയ്താണ്. അപ്പോൾ നിലവിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. സോ മെയിൻലി വന്നിരിക്കുന്ന അപ്ഡേറ്റ് സെക്യൂരിറ്റി പാച്ചസ് വന്നിട്ടുണ്ട്. ഒരുപാട് സെക്യൂരിറ്റി പാച്ചസ് അപ്ഡേറ്റ്, ഏതാണ്ട് ഒരു 35 മുതൽ 40 വരെ രീതിയിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിമൈസേഷൻ, ബാറ്ററി ആൻഡ് പെർഫോമൻസ്, മോഡത്തിനകത്തുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മെയിൻലി സെക്യൂരിറ്റി അപ്ഡേറ്റ് തന്നെയാണ്. അപ്പിയറൻസിനകത്തൊന്നും അങ്ങനെ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മറ്റേ വാൾപേപ്പർ, അസ്ട്രോണമിക്കൽ വാൾപേപ്പർ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് എന്തൊക്കെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും, പിന്നെ നമ്മൾ കറന്റ് നിൽക്കുന്ന സ്ഥലത്ത് GPS വെച്ചിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ള രീതി നോക്കിയിട്ട് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും വാൾപേപ്പറിനകത്ത് വരും. പിന്നെ നിങ്ങൾ iOS ആൻഡ്രോയിഡിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡേറ്റ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംഭവം ഇപ്പോൾ ഐഫോണിൽ തന്നെ ബൈ ഡിഫോൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ ആപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഐഫോണിൽ നിന്ന് തന്നെ ആൻഡ്രോയിഡിലോട്ട് മാറുന്നവർക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് മെയിൻ സംഭവങ്ങളൊന്നാണ് നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ ഐഫോണിൽ നിന്ന് iWatchലേക്ക് മാത്രമേ ശരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ ട്രാൻസ്ഫർ സംഭവിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് EU മാത്രമേ, അത് യൂറോപ്യൻ യൂണിയനിൽ മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. പക്ഷേ പതിയെ കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലോട്ടും അത് റോൾ ഔട്ട് ചെയ്യും. അതായത് നിങ്ങൾ ഐഫോണിൽ ഇപ്പോൾ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും അത് ഏത് ബ്രാൻഡ്, തേർഡ് പാർട്ടി ബ്രാൻഡിന്റെ സ്മാർട്ട് വാച്ച് ആണെന്നുണ്ടെങ്കിലും അതിലേക്കും കൂടെ നോട്ടിഫിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റും. പിന്നെ പെർഫോമൻസ് ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ക്യാമറയ്ക്കകത്ത് കഴിഞ്ഞ അപ്ഡേറ്റിനൊക്കെ ശേഷം കുറെ പേര് ക്യാമറയിലെ ബഗ്ഗുകളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർപ്ലേ കണക്ടിവിറ്റി ഇഷ്യൂ, അത് ആക്ച്വലി എനിക്കും നേരിട്ടൊരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ കാർപ്ലേയിൽ ഐഫോൺ കണക്ട് ചെയ്തിട്ടിരുന്നാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് തനിയെ ഇതങ്ങ് ഡിസ്കണക്ട് ആവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ആ ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് മെയിൻ. ഐഫോൺ 17 പ്രോയ്ക്ക് അത് ഏകദേശം 4 GB ആണ് സൈസ് വരുന്ന അപ്ഡേറ്റിന്റെ. ഐഫോൺ 17 ആകുമ്പോഴത്തേക്ക് 2 GB ഓളം സൈസ് അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഐഫോണിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫോൺ വഴി അപ്ഡേറ്റ് കൊടുക്കാതെ ഐട്യൂൺസ് വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. മാക് OS യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക് OS കാറ്റലീന അല്ലെങ്കിൽ അത് ലേറ്റർ OSകളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മാക്കിൽ കുത്തിയിട്ട് ഫൈൻഡർ വഴി തന്നെ നിങ്ങൾ ഫോൺ ഡിറ്റക്ട് ചെയ്ത് അതിൽ നിന്ന് OS അപ്ഡേറ്റ് ചെയ്യാം. അല്ല കാറ്റലീനയ്ക്ക് മുന്നേ ഉള്ളതോ അല്ലെങ്കിൽ വിൻഡോസ് PC ആണെന്നുണ്ടെങ്കിൽ ഐട്യൂൺസ് വഴിയോ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഇത് വഴിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിന്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈസി പ്രോസസ്സാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ഒരു റിലയബിൾ ഇന്റർനെറ്റ് നെറ്റ്വർക്കും ലാപ്ടോപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വഴി നിങ്ങളുടെ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ക്ലീൻ അപ്ഡേറ്റ് എന്നാണ് ശരിക്കും ഇതിന് പറയുന്നത്. അതായത് നോർമലി നമ്മൾ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പുതിയ ഫീച്ചേഴ്സ് നമ്മൾ ഫോണിലേക്ക് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ക്ലീൻ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ട് പുതിയൊരു സാധനം, പുതിയൊരു പാക്കേജ് മൊത്തത്തിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഈ ക്ലീൻ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ സോൾവ് ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് ഫോണിൽ ചിലപ്പോൾ ഒരു പെർഫോമൻസ് ഇഷ്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ വരായിരിക്കും. പക്ഷേ അതൊരു 2-3 ദിവസം നോക്കുക. കാര്യം പുതിയ അപ്ഡേറ്റ് വന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഒരു 1-2 ദിവസം എടുക്കും ഫോണിന് സ്റ്റേബിൾ ആയി വരാനായിട്ട്. കാര്യം ഈ ആപ്പ് മൊത്തത്തിൽ ഫോണിൽ ബാക്കി ഡേറ്റ എല്ലാം കളക്ട് ചെയ്യാനും നിങ്ങൾ ആപ്പുമായിട്ടെല്ലാം സിങ്ക്രണൈസ് ചെയ്യാനുമായിട്ട് ചിലപ്പോൾ മേ ബി 1-2 ദിവസം എടുക്കുമായിരിക്കും. പിന്നെ ഈ പുതിയ വന്ന iOS അപ്ഡേറ്റിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫോണിലെ ആപ്പുകൾക്കുള്ള അപ്ഡേറ്റുകൾ വരണം. ഇതെല്ലാം ആയി വരുമ്പോഴത്തേക്ക് ശരിക്കും ചിലപ്പോൾ ഫോൺ സ്റ്റേബിൾ ആവുള്ളൂ. ഞാനത് പറയാൻ കാര്യം, ഒരുപാട് പേര് അപ്ഡേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയും ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് ട്രെയിൻ ആവുന്നു, പെർഫോമൻസ് ആൻഡ് ഇഷ്യൂ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ റീസൺ ഇതാണ്, ഈ ഡേറ്റ കളക്ഷനും അല്ലെങ്കിൽ ഡേറ്റ ഇൻഡെക്സിംഗ് പോലുള്ള പരിപാടികളൊക്കെ അത് ആപ്പിളുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കയറി നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ആപ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ DM ചെയ്യുക. ബൈ.